ഹാവ്, ഹാസ്, ഹാഡ് ആൻഡ് വിൽ ഹാവ് വെർബിന്റെ കൂടെ അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സിന്റെ കൂടെ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക. നോക്കാം നമുക്ക്. നമ്മൾ പറയാറില്ലേ, പണ്ടെപ്പോഴോ സംഭവിച്ച കാര്യം വീണ്ടും എടുത്തു പറയുന്ന സിറ്റുവേഷൻസ്, അതിനൊരു ഇമ്പോർട്ടൻസ് വരുമ്പോഴാണ് നമ്മളത് സംസാരിക്കുക. ഞാൻ അവിടെ പോയിട്ടുണ്ട്, അവൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അവളെ ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെ. ഇങ്ങനെ പണ്ടെപ്പോഴോ നടന്ന കാര്യം ടൈം മെൻഷൻ ചെയ്യാതെ നമ്മൾ വീണ്ടും എടുത്തു പറയുമ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഫോർമാറ്റ് നമുക്കൊന്ന് നോക്കാം. സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ഓർ ഹാസ്, പിന്നെ വെർബിന്റെ തേർഡ് ഫോം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഗോൺ ദർ. അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഇൻവൈറ്റഡ് മീ. ഞങ്ങൾ ആ കാര്യം സംസാരിച്ചിട്ടുണ്ട്. വി ഹാവ് സ്പോക്കൺ ദാറ്റ് മാറ്റർ. ഓക്കെ, അപ്പോൾ അയ്യു ദേവിയുടെ കൂടെ ഹാവും ഹി ഷീറ്റിൻ്റെ കൂടെ ഹാസും ആണ് വരിക. ഹാവ്, ഹാസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഹാഡ് നമ്മൾ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഉപയോഗിച്ചത് അല്ലേ? അപ്പോൾ വെർബിന്റെ കേസിൽ വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഹാഡ് ഉപയോഗിക്കുക. നമ്മൾ പണ്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. റിയൽ ലൈഫിൽ വരുമ്പോൾ പാസ്റ്റിൽ 2 കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം നടന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ്, പിന്നെ വെർബിന്റെ തേർഡ് ഫോം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. എക്സാമ്പിൾസ് നോക്കാം. ഞാൻ എക്സാമിന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഫോർ ദി എക്സാം. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഞാൻ എക്സാം എഴുതി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യം നടന്ന സിറ്റുവേഷൻ എന്താണ്? നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഫോർ ദി എക്സാം, ഐ റോട്ട് ദി എക്സാം. ഓക്കെ, അപ്പോൾ റിയൽ ലൈഫിൽ വരുമ്പോൾ 2 സിറ്റുവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിലാദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയണം. ഹാഡ് പ്ലസ് V3. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഗോൺ ദെയർ. അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഇൻവൈറ്റഡ് മീ. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകും എന്ന് പറയാനാണ് വിൽ ഹാവ് ഉപയോഗിക്കുക. സിമ്പിളായിട്ട് പറയാം. സബ്ജക്റ്റിന്റെ കൂടെ വിൽ ഹാവ്, പിന്നെ വെർബിന്റെ തേർഡ് ഫോം. ഓക്കെ, അവൾ എന്നെ വിളിച്ചിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് കോൾഡ് മീ. ഓക്കെ, കോളിന്റെ തേർഡ് ഫോം ആണ് കോൾഡ്. അവർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാകും. ദേ വിൽ ഹാവ് റീച്ച്ഡ് എയർപോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് അത് ചെയ്തിട്ടുണ്ടാകും, ഭക്ഷണം പാകമായിട്ടുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിൽ ഹാവ് ഉപയോഗിക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പണ്ടെപ്പോഴോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഹാവ് ഓർ ഹാസ് പ്ലസ് V3. ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാഡ് പ്ലസ് V3. നടന്നിട്ടുണ്ടാകും എന്ന് പറയാൻ വേണ്ടി വിൽ ഹാവ് പ്ലസ് V3. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഹാവ് ഓർ ഹാസ്, ഹാഡ്, വിൽ ഹാവ് വെർബിന്റെ കൂടെ വരുമ്പോൾ വെർബിന്റെ തേർഡ് ഫോം വരിക. ഓക്കെ, അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.